ഹലോ കൂട്ടുകാരെ, വീണ്ടും ഒരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമ്മുടെ കയ്യിലൊക്കെ ഇതുപോലെ ടോർച്ച് കാണും. ആ ടോർച്ചിൽ നമ്മൾ എങ്ങനെയാണ് ബാറ്ററി സെറ്റ് ചെയ്യുന്നത് എന്നാണ് ഞാൻ ഈ വീഡിയോയിൽ പറയാൻ പോകുന്നത്. ഇത് നിപ്പോ അഗ്നി എന്ന് പറയുന്നവരുടെ കമ്പനിയുടെ ടോർച്ചാണ്. അപ്പോൾ നമുക്ക് ആദ്യം അതിലുള്ള ഇതുപോലത്തെ അതിൻ്റെ ഫ്രണ്ട് ഭാഗം ഫുള്ളായിട്ട് നമുക്ക് ഊരി എടുക്കാം. നമുക്ക് ആദ്യം ഇതുപോലെ ഒന്ന് ഇളക്കിയെടുക്കാം. അതിനുശേഷം അതിനകത്തുള്ള ബാറ്ററി ഇപ്പോൾ അത് കറക്റ്റായിട്ട് അതിൻ്റെ കറക്റ്റായിട്ടല്ല അത് അസംബിൾ ചെയ്ത് വെച്ചിരിക്കുന്നത്. അപ്പോൾ നമുക്കതിനെ കറക്റ്റായിട്ട് അതിൻ്റെ പ്ലസ് സൈഡ് ഏതാണ് മൈനസ് സൈഡ് ഏതാണ് നോക്കിയിട്ട് പിന്നെ നമുക്കതിനെ അറേഞ്ച് ചെയ്ത് എടുക്കാം. ഇതിൽ തന്നെ അവിടെ എഴുതി വെച്ചിട്ടുണ്ട്. ഇത് നെഗറ്റീവാണ്, മറ്റേ സൈഡ് പ്ലസ് സൈഡാണ്. അപ്പോൾ ഒരു പ്ലസ്സും ഒരു മൈനസും കൂടെ ഉണ്ടെങ്കിലേ നമുക്ക് ടോർച്ച് കത്തിക്കാൻ പറ്റുള്ളൂ. അപ്പോൾ ഇത് പ്ലസ് സൈഡാണ്. അപ്പോൾ ഈ ടോർച്ച് എടുത്ത് നോക്കുമ്പോൾ അതിൻ്റെ അറ്റത്ത് ഒരു സ്പ്രിങ് ഉള്ള സൈഡാണ്. ഇതിനകത്ത് സ്പ്രിങ് ജോയിൻ ചെയ്തിട്ടുണ്ട്. ആ സ്പ്രിങ്ങിൽ എപ്പോഴും ഫ്ലാറ്റായിട്ടുള്ള, അതായത് മൈനസ് സൈഡേ അവിടോട്ട് നമ്മളെപ്പോഴും വരാവുള്ളൂ. എന്നാലേ കറക്റ്റായിട്ട് അത് അറേഞ്ച് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ നമ്മൾ സ്പ്രിങ് ഉള്ള സൈഡിൽ മൈനസ് ഉള്ള ഫ്ലാറ്റായിട്ടുള്ള ഭാഗം, അതായത് ബാറ്ററിയുടെ ഫ്ലാറ്റായിട്ടുള്ള ഭാഗം നമുക്ക് ഇതുപോലെ ഇട്ട് കൊടുക്കാം. അതിനുശേഷം അതിൻ്റെ ഇപ്പുറത്തെ സൈഡ് പ്ലസ് ആയിരിക്കും. അതുകൊണ്ട് തൊട്ടടുത്ത ബാറ്ററി എപ്പോഴും മൈനസ് സൈഡ് ആവുള്ളൂ. വീണ്ടും അങ്ങനെ പ്ലസ്, അങ്ങനെ 3 ബാറ്ററിയും കറക്റ്റായിട്ട് അറേഞ്ച് ചെയ്തെടുക്കുക. ഇതുപോലെ ഇട്ട് അടുത്ത സൈഡ് മൈനസ് ആയിരിക്കും ഇടേണ്ടത്. കാരണം ഒരു പ്ലസ്സാണ് മറ്റേ സൈഡിൽ നമ്മൾ ഇട്ടത്. എന്നിട്ട് അതിൻ്റെ ക്യാപ്പ് സൈഡ് കറക്റ്റായിട്ട് അടച്ച് നമ്മൾ കത്തിച്ച് നോക്കിയാൽ കറക്റ്റായിട്ട് കത്തുന്നതായിരിക്കും. പക്ഷേ ഇത് മാറ്റിയാണ് ഇടുകയാണെങ്കിൽ നമുക്ക് ഈ ടോർച്ച് കത്തൂല. അപ്പോൾ അതുകൊണ്ട് ഈ പ്ലസ്സും മൈനസും കറക്റ്റായിട്ട് നോക്കിയിട്ട് നമുക്ക് ഇതുപോലെ അറേഞ്ച് ചെയ്താൽ മതി, കറക്റ്റായിട്ട് കിട്ടും. അപ്പോൾ ഈ ചെറിയൊരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. താങ്ക്സ് ഫോർ വാച്ചിങ്. എൻ്റെ പഴയ വീഡിയോകൾ ഇതുപോലെ ഒരുപാട് യൂസ്ഫുൾ ടിപ്സൊക്കെ ഉള്ളത് ഉണ്ട്. കാണാത്തവർ പോയി കാണുക. ബൈ ബൈ.